ഗായ്സ്, അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ ഇറ്റ്സ് മീ ജോന ആൻഡ് യു ആർ വാച്ചിങ് ട്വിങ്കിൾ സ്റ്റാർസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റിക്കർ ബുക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റിക്കർ ബുക്ക് ഫസ്റ്റ് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ പിൻട്രസ്റ്റിൽ പോയിട്ട് ഈസ്തറ്റിക് സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ക്യൂട്ട് സ്റ്റിക്കേഴ്സ്, ഫിംഗർ സ്റ്റിക്കേഴ്സ് ഇത് മൂന്നും അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റേതായ സ്റ്റിക്കേഴ്സ് കിട്ടും. എന്നിട്ട് അത് നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് ചെയ്യണം. അത് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി അറിയും. പ്രിൻ്റബിൾ സ്റ്റിക്കേഴ്സിന് സൈഡിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റബിൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടും. പിന്നെ അത് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉള്ളതാണ്, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ബ്ലറായിട്ടിരിക്കും. അപ്പോൾ ക്ലാരിറ്റിയും കൂടെ ചെക്ക് ചെയ്യുക. പിന്നെ നേരെ ക്യാൻവയിൽ പോയിട്ട് A4 ബ്ലാങ്ക് പേപ്പറിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാങ്ക് A4 പേപ്പർ കിട്ടും. എന്നിട്ട് അതിൽ ഇതെല്ലാം കൂടി അവിടേക്ക് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എത്ര എണ്ണം ഒരു പേപ്പറിൽ സെറ്റ് ചെയ്ത് വേണം അനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളല്ല സെറ്റ് ചെയ്യുന്നെങ്കിൽ, കടയിൽ കൊടുത്താൽ സെറ്റ് ചെയ്യിപ്പിക്കുന്നെങ്കിൽ അവരതിന് എക്സ്ട്രാ പൈസ വാങ്ങിക്കും. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സൗകര്യത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ, കുറേ പൈസയും ലാഭിക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടത്തിന് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡൗൺലോഡെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് പ്രിൻ്റ് ഷോപ്പിലേക്ക് അയച്ചു കൊടുക്കാനോ വാട്സപ്പ് ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റും. ഇനി അടുത്തത് പാറ്റേൺ പേപ്പറാണ്. പാറ്റേൺ പേപ്പറും അതേപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഈസ്തറ്റിക്കെന്നോ വിൻറ്റേജെന്നോ ക്യൂട്ട് പാറ്റേൺ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗ്രിഡോ നമുക്കങ്ങനെ കിട്ടും. എന്നിട്ട് പാറ്റേൺ ഒരു പേപ്പർ നിറഞ്ഞ് കിടക്കണം, അത് ഇച്ചിരി വലുതാക്കി കൊടുത്താൽ മതി. അതും ഡൗൺലോഡ് ചെയ്യുക. പിന്നെ എസ്തെറ്റിക് ഇലുസ്ട്രേഷൻസ് അല്ലെങ്കിൽ വിൻറ്റേജ് ഇലുസ്ട്രേഷൻസ് അല്ലെങ്കിൽ ക്യൂട്ട് ഇലുസ്ട്രേഷൻസ് ഇത് മൂന്നും അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള ഇലുസ്ട്രേഷൻസും കിട്ടും. എന്നിട്ട് അതും ഡൗൺലോഡ് ചെയ്യുക, സെറ്റ് ചെയ്യുക, പോയി പ്രിൻ്റ് എടുക്കുക. പിന്നെ നമ്മൾ ബുക്ക് ഉണ്ടാക്കണമല്ലോ. ബുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് കവറാണ് സെറ്റ് ചെയ്യുന്നത്. കവറിൽ 2 കാർഡ്ബോർഡ് ബോക്സ് വെച്ച് കൊടുക്കുക, നടുക്ക് വെക്കണ്ട. ഓക്കെ, അപ്പോൾ അതിന് ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യും. ഞാനിവിടെ ഒരു ലാവൻഡറാണ്. ഞാനിത് ചാർട്ട് പേപ്പറല്ല, കളർ പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. 2 ലാവൻഡർ കളർ പർപ്പിളോ ഉണ്ട്, അത് 2 എണ്ണം ഒരുമിച്ച് ഒട്ടിച്ചിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പേപ്പേഴ്സ് എടുത്തിട്ട് അതിൽ ഫ്രണ്ടും ബാക്കും ആയിട്ട് സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. മെനക്കെട്ട പണി എനിക്കറിയാം, ഞാൻ 2 ദിവസം കൊണ്ട് ഇരുന്നിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ ചെയ്തേ പറ്റൂ. ഇതൊക്കെയാണ് ഞാൻ പ്രിൻ്റ് എടുത്ത പേപ്പേഴ്സ്. ഇത് കുറേ ഉണ്ട്, ഞാനിത് 4Xലിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ട് ഇരിക്കുക. അപ്പോൾ ഇത് ഞാൻ സാധാ നമ്മുടെ 10 രൂപയുടെ ആ ഒരു പ്രിൻ്റാണിത്. ഇതിൻ്റെ ഗ്ലോസി ആയിട്ടുള്ളത് കിട്ടും. അതിനെന്തോ 20 രൂപയാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിൻട്രസ്റ്റിൽ നല്ല ക്ലാരിറ്റിയുള്ള സാധനമാണ് കിട്ടുന്നത്. അപ്പോൾ ഗ്ലോസി എനിക്കൊന്ന് ഇച്ചിരി കട്ടിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് പെട്ടെന്ന് കീറാനൊക്കെ കുറച്ച് പാടാൻ തോന്നുന്നു, എനിക്കറിയത്തില്ല. ഓക്കെ, ഇനിയും നമുക്ക് സ്റ്റിക്കർ പ്രിൻ്റ് വേണ്ടെങ്കിൽ അതിന് 40 രൂപ അല്ല 30 രൂപയാണ് കേട്ടോ. അപ്പോൾ 30 രൂപ, അത് വലിയൊരു ഷീറ്റാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഒരെണ്ണം ചെറുതായിട്ടൊക്കെ ചെയ്താൽ മതി. അത് പ്രിൻ്റ് എടുക്കുമ്പോൾ എനിക്കൊന്ന് വലുതായിട്ട് വരും. അത് വലിയ ഷീറ്റാണ്. സ്റ്റിക്കർ പ്രിൻറ്റിന് 30 രൂപ. സെറ്റിംഗ് കൂടെ ഉണ്ടെങ്കിൽ 40 രൂപയാവും. വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് ഞാനും സ്റ്റിക്കർ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേ നാൾക്ക് മുന്നേ എടുത്തേക്കുന്നത്. അതിൻ്റെ സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പ്രിൻ്റ് എടുത്ത പേപ്പേഴ്സൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് നല്ല പ്രിൻസൊക്കെ ആയിരുന്നുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഇതൊക്കെ നമുക്കിനി കട്ട് ചെയ്തെടുക്കണം. അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ ഞാൻ ഒരു അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. ഒന്നുമല്ല, ഒരു കട്ടിങ് മാറ്റാണ് കേട്ടോ. അപ്പോൾ വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അത് നമുക്ക് ഉപകാരപ്പെടും. നോക്കണ്ട ഉണ്ണി, ഇത് അതേ ബാസ്ക്കറ്റ് തന്നെ, നമ്മൾ ഹാമ്പർ ഗിഫ്റ്റ് ചെയ്ത അതേ ബാസ്ക്കറ്റ് തന്നെ ഇത്. അത് അവർക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്കിതൊക്കെയാണ് ആവശ്യം. അത് നമ്മൾ ഫസ്റ്റ് മേളിൽ കിടന്ന സ്റ്റിക്കേഴ്സൊക്കെയാണ് സ്റ്റിക്കർ പ്രിൻ്റ് എടുത്തത്. നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് കേട്ടോ ഒട്ടിച്ചത്. വേറൊന്നും എനിക്ക് ഒട്ടിക്കാൻ കിട്ടിയില്ല. പിന്നെ നമ്മൾ ആ ഒരു
ഇത് മാറ്റാൻ വേണ്ടി, വൃത്തികേട് മാറ്റാൻ വേണ്ടി വാഷി ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സ്റ്റിക്കർ ബുക്ക് റെഡിയായി. അത് സ്റ്റിക്കേഴ്സും ഉണ്ട്. ആദ്യത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിക്കർ പ്രിൻ്റാണ് ചെയ്തേക്കുന്നത്. കുറേ ടെഡി ബിയേഴ്സ് ഒക്കെ ഇല്ല, അതൊക്കെ സ്റ്റിക്കർ പ്രിൻ്റാണ് നമ്മൾ നേരത്തെ എടുത്ത. പിന്നെ കുറേ ഇല്ലസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെയാണ് സാധാ പ്രിൻ്റ്. ഇനി അത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തുറന്നു പോകുന്നുണ്ട് കേട്ടോ. ഒന്ന് മര്യാദയ്ക്കിരിക്കാൻ വേണ്ടി ഞാൻ തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം വെക്കുന്നുണ്ട്. സാധനത്തിൻ്റെ പേരറിയത്തില്ല, തുറന്നു പോകാതിരിക്കാനുള്ള സാധനം. അത് ഇതിൻ്റെ ബാക്കി വന്ന പേപ്പറാണ്. അത് ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് സൈഡ് ടേപ്പ് അതിൻ്റെ മേലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തുറക്കാം. അപ്പോൾ എൻ്റെ അത് ഞാൻ തുറന്നു പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. ആൻഡ് ഫ്രണ്ടിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഡിസൈനിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഗ്രിഡ് വരച്ചെടുത്ത് പുറകിൽ ഗ്ലൂ തേച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. സ്റ്റിക്കർ ബുക്കൊന്നും എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ കളറ്, ഗ്രിഡ് വരച്ച ആ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ എന്തോ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നു ഗൈസ്. പിന്നെ ആ ഒരു ടെഡി ബെയറിൻ്റെ ഫേസുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തപ്പം കുഴപ്പമില്ല, രസമുണ്ട്. അത് സ്റ്റിക്കർ ബുക്കിൽ നിന്നാണ്. ഇത് സ്റ്റിക്കർ പ്രിൻ്റ് എടുത്ത സ്റ്റിക്കറാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റിക്കർ ബുക്കുമായി മെയ്യുമായി ജേർണൽ ബുക്കും വാങ്ങിച്ചു. അപ്പോൾ പിന്നെ മെയ് ജേർണലിംഗ് ഇല്ലെങ്കിൽ മോശമാണ്. അപ്പോൾ മെയ് ജേർണലിങ്ങിൻ്റെ വീഡിയോ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കണ്ട. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.